ഞാൻ മക്കളെയും കൊണ്ട് പുറത്ത് പോയതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ വേറെ എങ്ങോട്ടും അല്ല, ഞാൻ തൃശ്ശൂർ ഭവൻ സ്കൂളിലേക്കാണ് പോയത്. ഇന്ന് UKG കുട്ടികളുടെ ബുക്ക് കിട്ടുന്ന ദിവസമാണ്. ഇന്ന് എന്തായാലും നിർബന്ധമായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9:30 മുതൽ 12:30 വരെയായിരുന്നു ബുക്ക് കിട്ടുന്നതിൻ്റെ ടൈം പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ബുക്ക് മാത്രമല്ല, ബാഗും ചപ്പലും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് അവിടുന്ന് വാങ്ങിച്ചിട്ട് പോരാട്ടോ. അപ്പം ഞാൻ കാലത്ത് എണീറ്റിട്ട് ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കി എവിടെയും പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ ചപ്പാത്തി അല്ലെങ്കിൽ ഇഡ്ഡലിയാണ് ശിവദേവിന് ഇഷ്ടം കേട്ടോ. ചപ്പാത്തി ആകുമ്പോൾ 2 ബാഗിലിട്ടാലും കുഴപ്പമില്ല, വിശക്കുമെന്ന് പറഞ്ഞാൽ അവന് വണ്ടിയിലിരുന്നാണെങ്കിലും കഴിച്ചോളൂ കേട്ടോ. ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കി 2-3 എടുത്തിട്ട് ബാഗിലെടുത്ത് വെച്ചു. പിന്നെ ഉച്ചയ്ക്ക് വന്ന് കഴിക്കാനായിട്ട് ചോറും ഉണ്ടാക്കി വെച്ചിട്ടോ. കറികളെല്ലാം ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 പേരെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ചു. ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലായി. ലച്ചുമോൾക്കുള്ള മുടി ചീകലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അതിനൊന്നും സമ്മതിക്കില്ല, മുടി ഒന്നും ചീകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ചീകി കൊടുക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഡോറെല്ലാം അടച്ച് വന്നപ്പോഴേക്കും ലച്ചുമോൾ ശിവദേവ് വണ്ടിയിൽ കയറിയിരുന്നു. അപ്പോൾ ലച്ചുമോൾക്ക് എവിടെയെങ്കിലും പോകുമെന്ന് അറിഞ്ഞ നല്ല സന്തോഷമാണ്. ശിവദേവിനേക്കാൾ കൂടുതൽ സന്തോഷം അവൾക്കാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, എപ്പോഴും വീട്ടിലിരിക്കുന്ന കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു അവൾക്ക് പുറത്ത് പോകുന്നത് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വണ്ടി ഓടി തുടങ്ങിയപ്പോഴേക്കും ലച്ചുമോൾക്ക് ഉറക്കം വന്നു കേട്ടോ. പിന്നെ മടി കയറിയിരുന്ന ഉറക്കമായി. ഞങ്ങളിതാ ഇവിടെ തൃശ്ശൂരിലെത്തി. ഇപ്പോൾ തൃശ്ശൂർ വന്നവർക്കറിയാം ഇതേത് സ്ഥലം എന്നത്. നമ്മൾ ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തിയിട്ടാണ്. ഈ ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഈ തൃശ്ശൂർക്ക് വന്നിട്ട് 6 വർഷമായി. അപ്പോൾ ഇന്നേ വരെ ഞാൻ ഈ തൃശ്ശൂർ ഗ്രൗണ്ടിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഇവിടെ പാർക്കുണ്ട്, അമ്പലങ്ങളുണ്ട്. ഇന്നേ വരെ നമ്മൾ ഈ അമ്പലമൊന്നും ശരിക്കും കണ്ടിട്ട് പോലുമില്ല. ഞാനിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ആകെ ഒരൊറ്റ പ്രാവശ്യം ഞാൻ തൃശ്ശൂർ പൂരത്തിന് വന്നിട്ടുള്ളത്. പൂരത്തിന് വന്നു എന്ന് പറയാൻ പറ്റില്ല. പൂരത്തിൻ്റെ പിറ്റേ ദിവസം ഒരു ചെറിയ പൂരം ഉണ്ടല്ലോ, ആനകൾ യാത്രയൊക്കെ പറയുന്ന പൂരം, അതിന് വന്നു. പക്ഷേ അത് പൂരമൊന്നും കണ്ടില്ല. ജസ്റ്റ് ആ റോട്ടിൽ കൂടെ ഒന്ന് പോയി തിരിച്ചു പോയി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം ശരിക്കും ഒന്ന് പൂരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പൂരം കണ്ടില്ലല്ലോ, എക്സിബിഷനൊക്കെ ഒന്ന് ശരിക്കും കാണാനൊക്കെ ഉണ്ട്. പിന്നെ പാർക്കിലേക്കൊക്കെ ഒന്ന് പോകണം, ഗ്രൗണ്ട് ഫുള്ളായിട്ട് കാണണമെന്നൊക്കെ ഉണ്ട്. എന്തെങ്കിലും നടക്കുമോ ആവോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ വന്നു. അവൻ്റെ ബുക്ക് വാങ്ങിച്ചു, ബാഗ്, ചപ്പൽ എല്ലാം കിട്ടിയിട്ട് ആ ചെരുപ്പെല്ലാം കിട്ടി. ഞാൻ അവിടെ നിന്ന് തന്നെ ബാഗ് കിട്ടിയത് കാരണം കൊണ്ട് ബുക്കും ചെരുപ്പും എല്ലാം അതിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഒരു വാട്ടർ ബോട്ടിലും കൂടെ വാങ്ങിച്ചു. നമ്മൾ പോന്നപ്പോൾ അവിടെ തന്നെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടിഫിൻ ബോക്സൊന്നും വാങ്ങിച്ചില്ല. വാട്ടർ ബോട്ടിൽ നല്ല കളർഫുള്ളായി കണ്ടപ്പോൾ ശിവധന് വേണമെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു കേട്ടോ. ഇതാണ് ഈ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് കേട്ടോ. ഈ വെള്ളത്തിൽ ഒരു 3-4 വലിയ മീനുണ്ട്. അപ്പോൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശിവദേവ്. ശിവദേവിൻ്റെ കൂട്ടുകാരനെയും കണ്ടു. ഒരാളല്ല കേട്ടോ, 2 പേരുണ്ട്, ചങ്ക് ഫ്രണ്ട്സ്. അപ്പോൾ അവർ 2 പേരും കണ്ടതിൻ്റെ സന്തോഷം കൂടിയാണ് അവൻ്റെ ഈ മുഖത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തും യാത്ര പറഞ്ഞ് ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് കേട്ടോ ചെന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെയാണ് അവരും വന്നത്. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ അവരുടെ അടുത്ത് ടാറ്റൊക്കെ പറഞ്ഞിറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വിപ്പിംഗ് ക്രീം വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. ലച്ചുമോളുടെ ബർത്ത്ഡേ ആണ്, 14-ാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിലും ജൂൺ 14 കേട്ടോ. ജൂൺ 14 ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിലും ഉള്ള നാൾ വരുന്നത്, നക്ഷത്രം വരുന്നത് അശ്വതി നാളിലാണ്. അത് മെയ് മാസം 25-നാണ്. അന്നൊരു ഞായറാഴ്ചയും കൂടാണ്. മാത്രമല്ല ശിവദേവിന് സ്കൂൾ തുറന്നിട്ടില്ലല്ലോ. റിലാക്സായിട്ട് നമുക്ക് സമയമുണ്ട്, റിലാക്സായിട്ട് ഒരു കുഞ്ഞൊരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാം എന്നുള്ള അങ്ങനെയാണ് വിചാരിച്ചത്. എന്തായാലും കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ക്രീം അത്യാവശ്യമാണ്. ക്രീമൊന്നും നമ്മുടെ കയ്യിൽ സ്റ്റോക്കൊന്നുമില്ല. ഒരു ക്രീം വാങ്ങിക്കാൻ കയറി ഞാനാണ് ഈ വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഇടയിൽ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. സൂപ്പർ മാർക്കറ്റിൽ കയറിയ ഉടനെ തന്നെ ലച്ചുമോളും എണീറ്റ് കേട്ടോ.
അപ്പോൾ ലച്ചുമോൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒക്കത്ത് ശരിക്കും ഇരിക്കില്ല, കരച്ചിലായി, ഇറങ്ങി ഓടാനുള്ള കരച്ചിലായി, വാശിയായി. പിന്നെ കുറച്ച് ടോയ്സ് കണ്ടപ്പോൾ ശിവദേവും കിടന്ന് കരച്ചിലായി. ഞാനപ്പോൾ ലഡു വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് സോപ്പിട്ട് നിർത്തി ലഡു ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബാഗെല്ലാം ഇവിടെ ഇറക്കി വെച്ചു. ഞങ്ങൾ കാശൊക്കെ കൊടുത്ത് ഞാനിവിടെ തിരിഞ്ഞപ്പോഴേക്കിന് ലച്ചുമോളെ കാണാനില്ല. ലച്ചുമോളെ കേക്ക് എന്നും പറഞ്ഞിട്ട് ഓട്ടോയ്ക്ക് പുറകെ ഓടുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ പറയുന്ന ഭാഷ നമുക്കൊന്നും മനസ്സിലാവില്ല, എന്തോ പാട്ടോ വർത്താനോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് ഈ പോണത്. കണ്ട നിങ്ങൾ ആക്ഷൻ കാണിക്കുന്നത് കണ്ട. ആ കയ്യിൽ കണ്ട ഈ 2 കോലുമുട്ടായി അത് നമുക്ക് ആർക്കും തരൂല കേട്ടോ. ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കരഞ്ഞ് വിളിച്ചുകൊണ്ട് വാങ്ങിച്ചതാണിത്. 2 എണ്ണം മാത്രമൊന്നുമല്ല, ഒരു 5-6 എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയൊന്നും നമ്മൾ വാങ്ങിച്ച് കൊടുക്കില്ല, ഈ 2 എണ്ണം തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. വീട്ടിലെത്തിയപ്പോഴേക്കും വിശന്ന് കുടല് കരിയറായിട്ടാണ്. ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ അത് കുടിച്ചപ്പോൾ ഒരു പകുതി സമാധാനമായിട്ടാണ്. പുറത്ത് പോയി തിരിച്ച് വരുമ്പോൾ പുറത്ത് നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇവരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. ഇത് വരണമെങ്കിൽ തന്നെ ഒരു സമയമെടുക്കും. പിന്നെ ഇവരൊന്ന് ഒതുങ്ങിയിരിക്കുന്ന പരുവമേ അല്ല. അങ്ങനെ ശിവദേവ് വെള്ളമൊക്കെ ഒന്ന് കുടിച്ചപ്പോൾ എനർജിയായി. അവന് വേഗം ബുക്ക് നോക്കണമെന്നാണ്. അവൻ്റെ ബുക്ക് നോക്കുന്നതിൻ്റെ തിരക്കിലാണ്. അതേ കണ്ടോ, കവറിന്ന് ബുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ലച്ചുമോൾ കോലുമുട്ടായി കൊണ്ടുവരുന്നത്. കോലുമുട്ടായിൻ്റെ കവറൊന്നും പൊളിച്ചിട്ടില്ലായിരുന്നു, കവർ പൊളിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ കൈക്കൊണ്ട് തന്നതാണ് കേട്ടോ. ശിവദേവന് ബുക്കെല്ലാം നോക്കി സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ ലഡു കയ്യും മുഖക്കൊന്ന് കഴുകി വന്ന് ലഡു കഴിക്കാനെടുത്തു കേട്ടോ. ഞാനും കഴിച്ചു. ഞാൻ അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ആകെ 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായല്ലോ. ആണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ്, വിശന്ന് നിൽക്കാറുണ്ടല്ലോ, നല്ല ടേസ്റ്റ്. ഒട്ടിരിപ്പിട്ട് ഞങ്ങൾ 2 പേരും 5 ലഡു തീർത്തു. അങ്ങനെ ഇതാണ് അവൻ്റെ ചെരുപ്പ് കേട്ടോ. ബ്ലാക്ക് ചപ്പൽ തന്നെ അവിടെ നിർബന്ധമാണ്. ഈ മഴക്കാലത്ത് ഷൂ ഇടണം നിർബന്ധമില്ല കേട്ടോ. ഷൂ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസം കഴിഞ്ഞിട്ട് ഷൂ ഇട്ടാൽ മതി. അവർ പറയും ആ സമയത്ത് ഇട്ടാൽ മതി കേട്ടോ. അതുവരെ ചെരുപ്പിട്ടാൽ മതി. അത് കറുപ്പ് ചെരുപ്പ് തന്നെ വേണം കേട്ടോ. ഇതാണ് ഇന്ന് വാങ്ങിച്ച ബുക്ക്. ക്രയോൺസിൻ്റെ നോട്ട്ബുക്കിൻ്റെ ഒക്കെ കാശ് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന് കയ്യിൽ തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനം കേട്ടോ. ഒരു വിപ്പിംഗ് ക്രീം വാങ്ങിക്കാൻ പോയ ഞാനാണ് 1000 സംതിങ് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ അവസ്ഥ. ഒരു സാധനം വാങ്ങിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു 5-6 ഐറ്റംസ് കൊണ്ട് ഇവിടെ പോരുള്ളൂ. ഒരു മിനിമം കേട്ടോ. റോയലിൻ്റെ ഒരു വിപ്പിംഗ് ക്രീമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ഫിയോണയാണ് സാധാരണ വാങ്ങിക്കാറ് കേട്ടോ. ഇതിനേക്കാളും വില കുറവാണ്, പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫിയോണേക്കാളും എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ വിപ്പിംഗ് ക്രീമിനാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു അവോക്കാഡോ കണ്ടപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.